ഗുരുദേവന്റെ ഓൺലൈൻ വീഡിയോ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സിലെ ഹിന്ദിയാണ് പഠിക്കുന്നത്. നമ്മൾ ബീർ ബഹൂട്ടി എന്ന് പറയുന്ന പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠിപ്പിച്ച ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? അതിലെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് മെസ്സേജ് ആയിട്ട് അയച്ചിരുന്നാൽ മതി. അതിന് മറുപടി തരാം. നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ തരാം. പാഠം എല്ലാവരും വായിച്ചു നോക്കണം. നമ്മള് പഠിപ്പിച്ച് നിർത്തിയ ഭാഗം എവിടെയായിരുന്നു? നമ്മുടെ കഥാപാത്രമായ ബേല എവിടെ അവളുടെ തലയിലൊരു മുറിവുണ്ടായ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ അതെവിടെ ഛത്ത് സേ ഗിർ ഗയി, അവൾ എവിടെ വീണു? അവള് മേൽക്കൂരയിൽ നിന്ന് വീണു. പിന്നെ അവള് പറയുന്നു എന്താണ്, ബഹുത് ദിൻ ഹോ ഗയേ, കുറച്ച് ദിവസങ്ങളായി, ആജ് ഖേൽ ഖണ്ഡിമേം ഗാന്ധി ചൌക്കിമേം ലങ്കടി ഠാങ്ക് ഖേലെങ്കി, നമുക്ക് ഇന്ന് ഖേൽ ഖണ്ഡിമേം കളിക്കാനുള്ള സമയത്ത് ഗാന്ധി ചൌക്കുമേം ഗാന്ധി സ്ക്വയറിൽ പോയിട്ട് ഞൊണ്ടി കളിക്കാം എന്നവള് പറയുന്നുണ്ട്. നഹീ ഖേലെങ്കി, വേണ്ട കളിക്കണ്ട, തെരെ സിർമേം ഫിർത്തോ ലഗ് ജായേഗി. നഹീം ഖേലെങ്കി, വേണ്ട കളിക്കണ്ട, തെരെ സിർമേം ഫിർസെ ലഗ് ജായേഗി. നിനക്ക് പിന്നും മുറിവുണ്ടായാലോ, ഇനിയും മുറിവുണ്ടായാലോ എന്നാര് പറയുന്നു? സാഹില് പറയുന്നു. നഹി ലഗേഗി, ഇല്ല വരൂല, അങ്ങനെയൊന്നും വരൂല, ഇല്ല. ബേലാനെ സിദ്ദിഖി, ബേല ശാഠ്യം പിടിച്ചു. അതായത് അങ്ങനെയൊന്നുമില്ല, നമുക്ക് കളിക്കണം എന്നാര് ശാഠ്യം പിടിക്കുകയാണ്? ബേല ശാഠ്യം പിടിക്കുന്നു. ഔർ വേ ഹമേഷയ്ക്ക് തരഹ് സാരെ ബച്ചോങ്കെ സാത്ത്, അങ്ങനെ അവരെ എന്നും ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ കുട്ടികളോടും ഒപ്പം, അതായത് പതിവ് പോലെ എല്ലാ കുട്ടികളോടും ഒപ്പം ഗാന്ധി ചൗക്കി ബാലുമേ, ഗാന്ധി സ്ക്വയറിലെ ബാലു എന്താണ്, അതിന്റെ മണലിൽ, അവിടത്തെ മണലിൽ പൂരി ഖേൽ കണ്ടി ലങ്കടി ഠാങ്ക് കേലെ, കളിക്കാനുള്ള സമയം മുഴുവൻ, മണിക്കൂർ മുഴുവൻ എന്ത് ചെയ്തു? അവിടെ ഞൊണ്ടി കളിച്ചു. ഇൻ ബച്ചോं को अपने चारों ओर खेलते देखकर, ഈ കുട്ടികൾ തന്റെ ചുറ്റാകെ കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിക്ക് മൂർത്തി ഐസി ദിഖായി പെടുത്തി, അവിടെ ഉണ്ടായിരുന്ന ഗാന്ധിജിയുടെ പ്രതിമ അതിനെ എങ്ങനെ കാണപ്പെട്ടു? और समय से कुछ अधिक मुस्कुरा रही है, സാധാരണക്കാളും കൂടുതൽ ചിരിക്കുന്നതായി അനുഭവപ്പെട്ടു. അതായത് കുട്ടികളെല്ലാം തന്റെ ചുറ്റും കളിക്കുന്നത് കണ്ട് ഗാന്ധിജിയുടെ പ്രതിമ സാധാരണയിൽ കവിഞ്ഞ് പുഞ്ചിരിക്കുന്നതായി തോന്നി. അതൊരു പ്രതിമ നിപ്പുണ്ട്, പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു പ്രതിമയാണ്. അത് കുട്ടികൾ ചുറ്റാകെ കളിക്കുന്നത് കണ്ടപ്പോൾ സാധാരണയെക്കാളും കൂടുതലായി, അധികമായി ചിരിക്കുന്നതായി തോന്നി എന്ന് പറയുന്നു. അപ്പോ ബേലയും സാഹിലുമാണ്. ബേലയ്ക്ക് മുറിവ് പറ്റി, ബാൻഡേജ് കെട്ടിയാണ് വന്നത്. അപ്പോ കളിക്കാനുള്ള സമയമായപ്പോൾ അവൾ കളിക്കണമെന്ന് ശാഠ്യം പിടിച്ചു. സാഹിൽ വേണ്ടാന്ന് പറഞ്ഞിട്ടും അവസാനം അവളുടെ ശാഠ്യം കാരണം അവർ കളിക്കാൻ പോവുകയും ഗാന്ധി സ്ക്വയറിന് ചുറ്റാകെ അവർ കളിക്കുകയും ചെയ്തു. അവിടെ മണലിൽ കളിച്ചു. ഇത്രയാണ് അതിൽ വരുന്നത്. ഇനി രവിവാർക്ക ദിന്ത, രവിവാർ അറിയാം, ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. സാഹിൽ എന്ത് ചെയ്യുകയായിരുന്നു? अपने घर में, തന്റെ വീട്ടിൽ, നീം കെ പേട് കി ഡാലി പകഡ്കർ, വേപ്പ് മരത്തിന്റെ ഡാലി, കൊമ്പ്, ശിഖരം പിടിച്ചുകൊണ്ട് ഝൂം രഹാ ഥാ, ആടുകയായിരുന്നു. അപ്പൊ ഒരു വേപ്പ് മരമുണ്ട്, അല്ല കൊമ്പിലൊക്കെ പിടിച്ചുകൊണ്ട് തൂങ്ങി ആടിയൊക്കെ കളിക്കുകയായിരുന്നു. വഹ് ഏക് സ്റ്റൂൾ പർ ചഡ്കർ ചുൽത്താ ഥാ, അവനൊരു സ്റ്റൂളിൽ കയറി നിന്നാണ് ഈ പരിപാടിയെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആടിക്കൊണ്ടിരുന്നത് എവിടെയാണ്? ഒരു സ്റ്റൂളിൽ കയറി നിന്നാണ് അവൻ ആടിക്കൊണ്ടിരുന്നത്. അച്ചാനക്, പെട്ടെന്ന്, ടൂട്ടെ സ്റ്റൂൾ കി ഏക് കീൽ, പൊട്ടിയ സ്റ്റൂളിന്റെ ഏക് കീൽ, ഒരാണി, സ്റ്റൂൾ പൊട്ടി അതിന്റെ ഒരു ആണി, സാഹിൽ കി പിണ്ടലിമേം ലഗ് ഗയി, സാഹിലിന്റെ പിണ്ടലി എന്ന് പറഞ്ഞാൽ കണങ്കാല്, അവന്റെ കണങ്കാലിലേക്ക് ലഗയി കൊണ്ടു മുറിഞ്ഞു. ഏക് ഇഞ്ച് ഗഹര ഗഡ്ഡ ഹോ ഗയ, അവിടെ എന്തായത്? ഏക് ഇഞ്ച് ഗഹര, 1 ഇഞ്ച് ആഴമുള്ള മുറിവായി തീർന്നു. അതായത് 1 ഇഞ്ച് ആഴത്തിൽ, അതായത് നല്ല ആഴത്തിൽ അവിടെ മുറിവുണ്ടായി. ആണി ഇങ്ങ് തറഞ്ഞു കയറി. ഉസേ സർക്കാരി അസ്പതാൽ മേ
പട്ടി ബന്ധുവാനെ के लिए जाया गया. അവനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പട്ടി ബന്ധുവാനെ ബാൻഡേജ് കെട്ടുവാനായിട്ട് ले जाया गया കൊണ്ടുപോയി. उसने देखा कि അവൻ കണ്ടു दो लोगों को छोड़कर രണ്ടാൾക്കാരെ കഴിഞ്ഞിട്ട് ആകെ മുന്നിൽ ബേല ഖടി ഹെ ബേലയിൽ നിപ്പുണ്ട്. സിർമേം പട്ടി ബന്ധുവാനെ ആയി ഹെ അവള് തലയില് ബാൻഡേജ് കെട്ടാൻ വന്നതാണ്. മുമ്പ് ഉണ്ടായിരുന്ന ബാൻഡേജ് അഴിച്ച് പുതുതായിട്ട് ഡ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ ബാൻഡേജ് കെട്ടാനായിട്ട് അവള് വന്നതാണ്. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഒരിക്കൽ കൂടെ നോക്കിക്കോളൂ. അപ്പോ അവര് കളിക്കാൻ പോയ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രവിവാർ കാ ദിൻ താ ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ अपने घर में नीम की पेड़ की डाली पकड़कर चूम रहा था. സാഹിൽ തന്റെ വീട്ടിൽ നീം കെ പേടി കെ ഡാലി വേപ്പ് മരത്തിന്റെ കൊമ്പ് പകടുകർ പിടിച്ച് ചൂമ രഹാ താ കളിക്കുകയായിരുന്നു, ആടുകയായിരുന്നു. വഹ ഏക് സ്റ്റൂൾ പർ ചടുക്കർ ചുൽത്താ താ അവനൊരു സ്റ്റൂളിൽ പിടിച്ചുകൊണ്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. അച്ചാനക് ടൂട്ടെ സ്റ്റൂൾ കി ഏക് കീൽ പെട്ടെന്ന് പൊട്ടിയ സ്റ്റൂളിന്റെ ഒരു ആണി സാഹിൽ കി പിണ്ടലിമേ സാഹിലിന്റെ കണങ്കാലിലേക്ക് ലഗയി തറഞ്ഞു കയറി അല്ലെങ്കിൽ കൊണ്ടു. ഏക് ഇഞ്ച് ഗഹര ഗഡ്ഡ ഹോ ഗയ ഒരു ഇഞ്ച് ആഴമുള്ള ഒരു മുറിവായി തീർന്നു. ഉസേ സർക്കാരി അസ്പതാൽ മേം പട്ടി ബന്ധുവാനെ കെ ലിയെ ജായാ ഗയ അവനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ബാൻഡേജ് കെട്ടുവാനായി കൊണ്ടുപോയി. ഉസ്നെ ദേഖാ കി അവൻ കണ്ടു ദോ ലോഗോങ്കോ ചോടുക രണ്ടാൾക്കാർ കഴിഞ്ഞിട്ട് ആകെ അവർക്ക് മുന്നിലായി ബേല ഖടി ഹെ ബേല നിൽപ്പുണ്ട്. സിർമേം പട്ടി ബന്ധുവാനെ ആയി ഹെ അവളും തലയിൽ ബാൻഡേജ് കെട്ടാനായിട്ട് വന്നതാണ്. സ്കൂൾ आते जाते हुए और कक्षा में कई दिनों तक दो ऐसे बच्चे दिखाई देते. അപ്പോ സ്കൂളിൽ ആത്തെ ജാത്തെ ഹുയെ സ്കൂളിൽ വരുമ്പോഴും പോകുമ്പോഴും അവർ കക്ഷാമേം അതേപോലെ ക്ലാസ്സിലും കൈ ദിനം തക് കുറെ ദിവസങ്ങളിൽ ഐസെ ദോ ഐസെ ബച്ചെ ദിഖായി ദേത്തെ ഇങ്ങനെയുള്ള രണ്ട് കുട്ടികളെ കാണാൻ കഴിഞ്ഞു. എങ്ങനെയുള്ള കുട്ടികളാണ്? ജിൻമേം സെ ഏക് കെ സിർ പർ പട്ടി ബന്ദി ഹോത്തി ഹെ അതിൽ ഒരാളുടെ തലയിൽ എന്താണ് ബാൻഡേജ് കെട്ടിയിട്ടുണ്ട്. അവർ ഏക് കി പിണ്ടലിമി ഒരാളുടെ കണങ്കാലിലും. അപ്പോ സ്കൂളിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും ആ സമയങ്ങളിലും ക്ലാസ്സിലും ഒക്കെ കുറെ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള രണ്ട് കുട്ടികളെ കാണാൻ കഴിഞ്ഞു. എങ്ങനെയുള്ളതാണ്? ജിൻമേം സെ ഏക് കെ സിർ പർ അതിൽ ഒരാളുടെ തലയിൽ പട്ടി ബന്ദി ഹോത്തി ഹെ ഒരു ബാൻഡേജ് കെട്ടിയിട്ടുണ്ട്. അവർ ഏക് കി പിണ്ടലിമി ഒരാളുടെ കാലിലും. സഫേദ് പട്ടിവാലെ ഏ ദോനോ വെള്ള ബാൻഡേജ് കെട്ടിയ ഈ രണ്ടു പേരും കഹി ഫർ ഫി സാത്ത് ഹി ദിഖായി ദേത്തെ എല്ലായിടത്തും എങ്ങനെയാണ് അവരെ എപ്പോഴും ഒരുമിച്ചാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. അതായത് തലയിൽ വെളുത്ത ബാൻഡേജ് ഇട്ട പെൺകുട്ടിയും ആൺകുട്ടിയും ഇവർ രണ്ടേയും എപ്പോഴും ഒരുമിച്ച് കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. ആരൊക്കെയാണ്? ബേല और സാഹിൽ. അപ്പോ സഫേദ് പട്ടിവാലെ ഏ ദോനോ കഹി പർഫി സാത്ത് ഹി ദിഖായി ദേത്തെ വെള്ള ബാൻഡേജ് കെട്ടിയ ഈ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ബേലയും സാഹിലും എല്ലാ സ്ഥലത്തും ഒരുമിച്ച് തന്നെ കാണപ്പെട്ടു. ഓക്കെ, പാഞ്ചവീം കക്ഷ കാ റിസൾട്ട് ആകുക. അങ്ങനെ 5ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നു. 5ലാണ് പഠിക്കുന്നത്, ഒരേ സെക്ഷനിലാണെന്നൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദോനോ ഛടിമേ ആകെ രണ്ടുപേരും 6ാം ക്ലാസ്സിലേക്ക് പോയി. സ്വാഭാവികമായിട്ട് 5 ജയിച്ചതാണ് 6ാം ക്ലാസ് ആണ്. യഹ് സ്കൂൾ പാഞ്ചവീ തഖീദ അവിടെയാണ് പ്രശ്നം. എന്താണ്? അവർ പഠിച്ചിരുന്ന ഈ സ്കൂള് 5ാം ക്ലാസ് വരെ ഉള്ളൂ. ആ സ്കൂളിൽ 5ാം ക്ലാസ് വരെ ഉള്ളൂ. സാഹിൽ അബ് തും കഹാ പഠോഗെ സാഹിൽ നീ എവിടെ പഠിക്കും? ബേലനെ പൂച്ച ബേല ചോദിച്ചു. അവർ തും കഹാ പഠോഗി ബേല അപ്പോ അവൻ തിരിച്ചു ചോദിക്കുകയാണ് നീ എവിടെ പഠിക്കും? സാഹിലിനെ പൂച്ച സാഹിൽ ചോദിച്ചു. അപ്പോ ബേല മറുപടി പറയുന്നുണ്ട് മേരെ പാപ്പ കഖ്രഹേദെ എന്നോട് അച്ഛൻ പറഞ്ഞിരുന്നു കി എന്തെന്നാൽ തുച്ചേ രാജകീയ കന്യാ പാഠശാലാമേ പഠായെങ്കെ എവിടെ പഠിപ്പിക്കും? ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലാണ് പഠിപ്പിക്കാൻ പോകുന്നത്.
രാജകീയ കന്യാ പാഠശാല. രാജകീയ കന്യാ പാഠശാല എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ ചേർക്കുമെന്നാണ് പറഞ്ഞത്. ഓർ തും, നീയോ? അവള് തിരിച്ചു ചോദിക്കുന്നു. മുझे അഗലെ സാൽ, എന്നെ അടുത്ത വർഷം, അതായത് അടുത്ത ക്ലാസ്സിൽ അജ്മേർ ഫെജ് ദേങ്കെ, അജ്മേറിലേക്ക് അയക്കും. എന്നെ അടുത്ത വർഷം അജ്മേറിലേക്ക് വിടും. വഹാം എക് ഹോസ്റ്റൽ ഹെ, അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട്. ഘർ സെ ദൂർ വഹാം അകേല രഹൂംഗ, വീട്ടിൽ നിന്നും ദൂരെ ഞാൻ അവിടെ ഒറ്റയ്ക്ക് താമസിക്കും. വീട്ടിൽ നിന്നും മാറി അവിടെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കും. ക്യോം സാഹിൽ, എന്തിനാ സാഹിൽ അങ്ങനെ ചെയ്യുന്നത്? ബേല ചോദിച്ചു. പതാ നഹീ ക്യോ, എനിക്കറിയില്ല, എന്താണെന്ന് എനിക്കറിയില്ല. तो यानी कि अब तुम फुलेरा में ही नहीं रहेगी. അപ്പൊ ചോദിക്കുന്നു, അപ്പോ പറഞ്ഞു വരുന്നത് നീ ഫുലേരയിൽ ഇനി വരില്ലെന്നാണോ? तो यानी कि अब तुम फुलेरा में ही नहीं रहेगी, नहीं रहोगे, അതായത് നീ ഫുലേരയിലേക്ക് വരില്ലേ, അല്ലെങ്കിൽ ഇവിടെ താമസിക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നഹി, ഇല്ല. തുമാര റിപ്പോർട്ട് കാർഡ് ദിഖാന, ഇതിന്റെ റിപ്പോർട്ട് കാർഡ് കാണിക്കൂ, അതായത് റിസൾട്ട്, പ്രോഗ്രസ് കാർഡ്, അതൊന്ന് കാണിക്കൂ എന്ന് പറയുന്നു. അതായത് അവൻ വിഷയം മാറ്റുകയാണ്. അവൻ സങ്കടം വന്നത് കൊണ്ടാവാം അവൻ വിഷയം മാറ്റി എന്ത് പറയുന്നു, ഇതിന്റെ റിപ്പോർട്ട് കാർഡ് ഒന്ന് കാണിക്കൂ എന്ന് പറയുന്നു. സാഹിൽ ബേലാക്ക റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ താ, സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡ് വാങ്ങി നോക്കുന്നു. और ബേല സാഹിൽ ക, ബേല ആരതും? സാഹിലിന്റെതും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അവരെന്ത് ചെയ്യുന്നത് ഒരേപോലെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ ബേല സാഹിലിന്റെയും സാഹിൽ ബേലയുടെയും റിപ്പോർട്ട് കാർഡുകൾ അല്ലെങ്കിൽ പ്രോഗ്രസ് കാർഡ് വാങ്ങി നോക്കുകയാണ്. ആജ് ആഖിരി ബാർ, ഇന്ന് ഒരുപക്ഷെ അവസാനമായിരിക്കും. വേ ഏക് ദൂസരേക്ക് കൊയ് ചീസ് കോ ഛൂക്കർ ദേഖ് രഹേ थे, അവര് പരസ്പരം അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളുടെ ഏതെങ്കിലും വസ്തു വാങ്ങി നോക്കുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ഇത് അവസാനമായിട്ടായിരിക്കാം അവര് പരസ്പരം എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങി നോക്കുന്നത്. കാര്യം എന്താണ്? ഒരാള് ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലേക്കും സാഹിൽ എവിടെയാണ്, അജ്മീറിലേക്കും പോവുകയാണ്. അപ്പോൾ ഇനി ഒരു കണ്ടുമുട്ടും എന്ന് തന്നെ ഉറപ്പില്ല. തുമാരി ആഖ്മേ ആസു ക്യോം ആ രഹേ ഹേ ബേല, ബേല നിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്ന, കണ്ണിലെന്താ കണ്ണുനീര് വരുന്നത് എന്ന് ചോദിക്കുന്നു. മുझे क्या पता, എനിക്കെങ്ങനെ അറിയാം. ബേലാനെ ഡബ്ഡബായി ആഖോം സെ ഹസ്തേ ഹുയേ കഹാ, അവൾ എന്ത് ചെയ്തു? നിറകണ്ണുകളാൽ ചിരിച്ചുകൊണ്ട്, അവൾക്ക് സങ്കടം വന്ന് അവൾ കരച്ചിലാണ്, കണ്ണുനീര് വരുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള കണ്ണുകളാൽ ഹസ്തേ ഹുയേ കഹാ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞത്? മുझे क्या पता, എനിക്കെങ്ങനെ അറിയാം. ആഖ്മേ ബേലാനെ ടബ്ഡബായി ആഖോം സെ ഹസ്തേ ഹുയേ കഹാ, അവൾ എന്ത് ചെയ്തു? നിറകണ്ണുകളാൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ അവന്റെ ബാക്കി സാഹിൽ की आंखें ബീർബഖൂട്ടി की तरफ लाल होने लगी थी. സാഹിലിന്റെ കണ്ണുകൾ ബീർബഖൂട്ടി की तरफ, നമ്മുടെ പാഠത്തിന്റെ പേരാണ്, നമ്മുടെ പാഠമാണ്. ബീർബഖൂട്ടിയെ പോലെ എന്ത് ചെയ്തു? ലാൽ ഹോനെ ലഗി, ചുമക്കാൻ തുടങ്ങി. ബീർബഖൂട്ടിയെ കുറിച്ച് നേരത്തെ പറഞ്ഞു, ചുമന്ന ചെറിയ മഴവണ്ടുകളാണ്. അപ്പൊ അതേപോലെ സാഹിലിന്റെ കണ്ണുകൾ ചുവക്കാൻ തുടങ്ങി. और उनमें बारिश की बूंदों सा पानी फर गया था. അപ്പോ ആ കണ്ണുകളിൽ ബാരിഷ് കി ബൂന്തോം സാ, മഴത്തുള്ളികളെ പോലെ, പാനി ഫർ ഗയാദ, വെള്ളം നിറഞ്ഞു വന്നു. അതായത് അവന്റെയും ആ കണ്ണ് നിറയുന്നുണ്ട്, അവനും ആ സങ്കട അല്ലെങ്കിൽ കരച്ചില് വരുന്നുണ്ട്. ബേല കഹിനിലേക്ക്, ബേല പറയാൻ തുടങ്ങി. മേ ചിടാവും അവ തുമേ, ഞാൻ നിന്നോട് പിണങ്ങും. അവനും സങ്കടം വരുന്നുണ്ട്. അപ്പൊ അവൾ എന്ത് പറയുന്നു? ഞാൻ നിന്നോട് പിണങ്ങും. രോനി സൂരത് സാഹിൽ, രോനി സൂരത് സാഹിൽ. അപ്പൊ എന്താ പറയുന്നത്? ഞാൻ നിന്നോട് പിണങ്ങും എന്ന് പറഞ്ഞിട്ട് അവൻ സൂരത്തിന്റെ, അതായത് സാഹിലിന്റെ മുഖം എങ്ങനെയാണ്? കരഞ്ഞതുപോലെ ആയി. അവൻ കരയാറായി, കരഞ്ഞു.
ബാരിഷേം അനേമേം ഠേറ്റ് മഹീന ബാഖിദ. മഴക്കാലം വരുന്നതിന്, മഴ വരുന്നതിന് ഠേറ്റ് മഹീന എന്ന് വെച്ചാൽ 1.5 മാസം. ഠേറ്റ് മഹീന എന്ന് പറഞ്ഞാൽ എന്താണ്? 1.5 മാസം ബാഖിദ, ബാലൻസ് ഉണ്ടായിരുന്നു. അതായത് ആ മഴക്കാലം ആവാൻ ഇനിയും 1.5 മാസം കൂടി ബാക്കിയുണ്ട്. ലേക്കിൻ ബാരിഷോം സെ പഹലേക്ക് ബാരിഷ് കാ ഏക് ദിൻ താ. പക്ഷെ ഇത് മഴയ്ക്ക് മുന്നേയുള്ള മഴയുള്ള ഒരു ദിവസമായിരുന്നു. അവിടെ അന്ന് നമ്മൾ ഒരു ബിർബഹുട്ടിയെ കാണാൻ പോയപ്പോൾ ചെറിയ മഴയുണ്ടായിരുന്നെന്ന് പറഞ്ഞു. പക്ഷെ ഇതിൽ രണ്ടർത്ഥം വരുന്നുണ്ട്. അതായത് രണ്ടുപേരും കരയുകയാണ്, രണ്ടുപേർക്കും ആ സങ്കടം വന്നിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലും അത് മഴയുള്ള ഒരു ദിവസമാണ്, അതായത് സങ്കടത്തിന്റെ ഒരു ദിവസമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് മഴയ്ക്ക് മുന്നേ മഴയുള്ള ഒരു ദിവസമായിരുന്നു അത്. ആത്മാൻമേം ഖടായേം ആഖിരിതി. ആകാശത്ത് മേഘങ്ങൾ വ്യാപിച്ചിരുന്നു. ധൂൽഫരി തേസ് ഹവായേം. പൊടി നിറഞ്ഞ തേസ് ഹവായേം. ശക്തമായ കാറ്റുകൾ ചൽഹിദി നടക്കുന്നുണ്ട്. അതായത് ശക്തമായ കാറ്റുകൾ, ആ കാറ്റ് വീശുന്നുണ്ട്. പാനി ബരസ് രഹാദ. മഴ പെയ്തു തുടങ്ങി. ഫുലേര കസ്ബേക്കി ബാദൽ ഛായി एक गली में 5वीं से 6वीं में चली गई एक लड़की जा रही थी. അങ്ങനെ ഫുലേര കസ്ബേക്കി, ഫുലേര എന്ന ഈ പട്ടണത്തിന്റെ ബാദൽ ഛാഗയി ഏക് ഗലിമേ, മേഘങ്ങൾ നിറഞ്ഞ ഒരു തെരുവിലൂടെ, മേഘങ്ങളാൽ ഇരുണ്ടു മൂടപ്പെട്ട ഒരു തെരുവിലൂടെ, 5वीं से 5ൽ നിന്നും 6वीं ചലി 6ലേക്ക് കടന്ന ഏക് ലഡ്കി ജാ രഹി ഥി, ഒരു പെൺകുട്ടി നടന്നു പോകുന്നുണ്ടായിരുന്നു. ഫുലേര പട്ടണത്തിലൂടെ മേഘങ്ങൾ നിറഞ്ഞ ആ തെരുവിലൂടെ 5ാം ക്ലാസ്സിൽ നിന്നും 6ലേക്ക് ക്ലാസ് മാറിയിട്ട് അല്ലെങ്കിൽ വിജയിച്ചെത്തിയ ഒരു പെൺകുട്ടി നടന്നു പോകുന്നുണ്ട്. ഉസ്കെ പൂരെ അബ്ബാൽ ബീർബഖൂട്ടിയോं के रंग के लाल रिबन से बंधे थे. ഇനി അവളുടെ ആ ഇരുണ്ട മുടി ബീർബഖൂട്ടിയോं के रंग के, ആ ബീർബഖൂട്ടിയുടെ നിറത്തിലുള്ള ലാൽ റിബൺസെ, ചുവന്ന ആ റിബണാൽ ബന്ധേതെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ അവളുടെ മുടി ആ ചുവന്ന റിബൺ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ദൂസരി ദിശാക്കോ ജാതി ഏക് ഗലിമേ. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക്, മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന ആ തെരുവിൽ 5वीं से 6वीं गया, 5ൽ നിന്നും 6ലേക്ക് എത്തിയ ഏക് 11 साल का ലഡ്ക, ഒരു 11 വയസ്സുള്ള ആൺകുട്ടി ജാരഹാദ നടന്നു പോകുന്നുണ്ട്. ഉസ്കി പിണ്ഡലിമേ, അവന്റെ കണങ്കാലിൽ ബീർബഖൂട്ടിക്ക് രംഗ് കാസ, ആ ബീർബഖൂട്ടിയുടെ നിറം പോലെയുള്ള ഏക് ഇഞ്ച് ലംബ ചോട്ട് കാ നിശാന്ത, 1 ഇഞ്ച് നീളമുള്ള ആ മുറിവിന്റെ ഒരു അടയാളവും ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് പാഠം എന്ന് പറയുന്നത്. നമ്മുടെ കഥാപാത്രങ്ങൾ ബേലയും സാഹിലുമാണ്. അവര് ഒരുമിച്ച് 5ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന 2 കുട്ടികളാണ്. അവർ 6ലേക്ക് പോവുകയാണ്. അവർ 5ൽ അതായത് ഇതുവരെയുള്ള അവരുടെ പഠനം അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്ന, എല്ലാ കാര്യങ്ങളും ഒരേപോലെ ചെയ്യുന്ന 2 കുട്ടികളായിരുന്നു ബേലയും സാഹിലും. അപ്പോ ഇപ്പോൾ അവരുടെ 6ാം ക്ലാസ്സിലേക്ക് വന്നപ്പോൾ അവർ 2 സ്കൂളിലേക്ക് മാറി പോവുകയാണ്. അപ്പോ അവരുടെ സങ്കടമൊക്കെയാണ് കഥയുടെ അവസാനം അവരെ കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോ മഴയ്ക്ക് മുന്നേയുള്ള മഴയുള്ള ദിവസമായിരുന്നു എന്നൊക്കെ പറയുന്നു. അതായത് അവരുടെ സങ്കടമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 2 കുട്ടികളും 2 സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതിലെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാവരും നോക്കിയായിരുന്നോ? അതായത് ഇങ്ങനെയായിരുന്നു ചോദ്യങ്ങൾ. ബാദൽ കോ ദേഖ്കർ ഖഡേ കോ നഹീ ഡുലാനാ ചാഹിയെ. മേഘത്തെ കണ്ടുകൊണ്ട് കുടം കമഴ്ത്തരുത്. ദുക്കാൻദാർ നെ ऐसा क्यों कहा. ആ കടക്കാരൻ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? അതായത് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതിനെ നമ്മൾ കളയരുത്. മഴ പെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കുടത്തിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, മഴ പെയ്യുമെന്ന് വിചാരിച്ച് കുടത്തിലിരുന്ന വെള്ളം കമഴ്ത്തി കളഞ്ഞു, മഴ പെയ്തതുമില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട്
എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ ഊഹത്തിൽ നമ്മൾ കയ്യിലിരിക്കുന്നതിനെ നശിപ്പിക്കരുത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാഹിലിനെ സ്യാഹി ഫർവാനേക്കാ നിശ്ചയിക്കുക. സാഹിൽ എന്ത് ചെയ്തു? മഷി നിറയ്ക്കാൻ തീരുമാനിച്ചു. തോസ്നെ കലം കി ബച്ചി ഹുയി സ്യാഹി, അവൻ പേനയിൽ അവശേഷിച്ചിരുന്ന മഷി എന്ത് ചെയ്തു? സെമീൻ പർ ചിടക്കുതി, തറയിലേക്ക് തറയിലേക്ക് കളഞ്ഞു. ദുക്കാൻ പഹുഞ്ചിനെ പർ വഹാ സ്യാഹി നഹീന്തി, കടയിലെത്തിയപ്പോൾ അവിടെ എന്തുണ്ടായിരുന്നില്ല? മഷി ഉണ്ടായിരുന്നില്ല. തബ് ദുക്കാൻദാർ നെ ऐसा कहा, അപ്പൊ കടക്കാരനാണ് ഇങ്ങനെ പറഞ്ഞ, കടക്കാരൻ പറഞ്ഞ ഡയലോഗാണ് ഇത്. അതായത് കഹനെ കാ മത്ലബ് ഹെ, പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചതാണ് കിസി ബാത്ത് പർ കേവൽ അന്ദാസ ലേക്കർ, ഏതെങ്കിലും കാര്യത്തെ പറ്റി ഊഹം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് ഊഹിച്ചുകൊണ്ട് കാം കർണ ടീക്ക് നഹി ഹെ, നമ്മൾ ജോലി ചെയ്യുന്നത് ശരിയല്ല. അതായത് എന്തെങ്കിലും നടക്കുമെന്നുള്ള ഊഹത്തിൽ പ്രതീക്ഷയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് ശരിയല്ല. കയ്യിലിരിക്കുന്നതിനെ നഷ്ടപ്പെടുത്തരുത്. അസ്ലിയത്തുകോ പഹലെ പഹച്ചാന ചാഹി, യാഥാർത്ഥ്യത്തെ നമ്മൾ ആദ്യമേ തിരിച്ചറിയണം. യാഥാർത്ഥ്യത്തെ പഹലെ പഹച്ചാന ചാഹി, യാഥാർത്ഥ്യത്തെ നമ്മൾ ആദ്യമേ തിരിച്ചറിയണം. രണ്ടാമത്തെ ചോദ്യം, ജബ് ഉസ്കെ പാസ് ആക്കർ ബൈട്ടി ഉസ്സെ നസർ നഹി മിൽ പായി, എപ്പോഴാണോ അവന്റെ അടുത്തേക്ക് വന്നിരുന്നത് അവനെ നോക്കിയതേ ഇല്ല. ക്യോം, എന്തുകൊണ്ട്? സന്ദർഭം ഓർമ്മയുണ്ടല്ലോ. സാറ് ബേലയെ വഴക്ക് പറഞ്ഞതിന് ഉപദ്രവിച്ചതിനു ശേഷം അവള് തന്റെ സീറ്റിലേക്ക് വന്നിരുന്നപ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. സാഹിലിന്റെ മുന്നിൽ വെച്ച് അവളെ ഉപദ്രവിച്ചത് അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അവൾക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് അവൾ എന്ത് ചെയ്തത്? അവന്റെ മുഖത്തേക്ക് നോക്കാതിരുന്നത്. ബേല സാഹിൽ കോ ബഹുത് പ്യാർ കർത്തി थी, ബേല സാഹിലിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഉസ്കെ സാമനെ വഹ് ലജ്ജിത് ഹോന നഹീ ചാഹതി थी, അവന്റെ മുന്നിൽ അവള് ലജ്ജിതയാവുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല, ആഗ്രഹിച്ചിരുന്നില്ല. ലേക്കിൻ മാർ സാബ് കാ വ്യവഹാർ സാഹിൽ കി ഉപസ്ഥിതി മേ ഥാ, പക്ഷേ ആ സാറിന്റെ സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റം എന്ന് പറയുന്നത് സാഹിലിന്റെ പ്രസൻസിലായിരുന്നു, അവന്റെ സാമീപ്യത്തിലായിരുന്നു, അവനും ഉണ്ടായിരുന്നു. इससे उससे बहुत दुख हुआ, അത് കാരണം അവർക്ക് ഒരുപാട് ദുഃഖമുണ്ടായി. इसलिए ബേല സാഹിൽ സെ നസർ നഹി മിൽ പായി, അതുകൊണ്ടാണ് അവള് സാഹിലിനെ നോക്കാതിരുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഇൻ ബച്ചോങ്കോ അപ്പനെ ചാരോ ഓർ ഖേൽത്തെ ദേഖ്കർ, കുട്ടികളെ തന്റെ ചുറ്റായ കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജി കി മൂർത്തി ഐസി ദിഖായി പടുത്തി, ഗാന്ധിജിയുടെ പ്രതിമ ഇങ്ങനെ കാണപ്പെട്ടു. എങ്ങനെ? ആറ് സമയത്തെ കുച്ച് അധിക മുസ്കുരാ രഹി ഹെ, മുമ്പത്തെക്കാളും കുറച്ചുകൂടി ചിരിക്കുന്നതായി അനുഭവപ്പെട്ടു. ഉസ്കാ മത്ലബ് ക്യാ ഹെ, എന്റെ അർത്ഥം എന്താണ്? പ്രതിമ മുമ്പത്തെക്കാളും അധികം ചിരിക്കില്ല എന്ന് നമുക്കറിയാം, പക്ഷെ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു വയ്ക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ബച്ചെ ഹമേശ ബച്ചെ ഹി ഹൈ, കുട്ടികൾ എപ്പോഴും കുട്ടികളാണ്. ഉന്നെയും ഹമേശ ഖുഷ് രഖ്നാ ചാഹിയെ, അവരെപ്പോഴും സന്തോഷവാരായിരിക്കണം, അല്ലെങ്കിൽ എപ്പോഴും അവർ സന്തോഷത്തിലായിരിക്കണം. उनकी खुशी देखने वालों को फीकी, उनकी खुशी देखने वालों को भी खुश रखती है, അവരുടെ സന്തോഷം കാണുന്നവരെയും സന്തോഷത്തിലാകും. കുട്ടികളുടെ സന്തോഷം കണ്ടാൽ നമുക്കും ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ട് നമുക്കും സന്തോഷമുണ്ടാകും. ഗാന്ധിജി കി മൂർത്തി തക് ബച്ചോം കി ഖുഷി ദേഖ്കർ മുസ്കുരാ രഹി ഹെ, ഇവിടെ എന്ത് പറയുന്നു? ആ ഗാന്ധിജിയുടെ പ്രതിമയും കുട്ടികളുടെ ആ സന്തോഷം കൊണ്ട് ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ബാരിഷെ പഹലേക്ക് ബാരിഷ് കാ ഏക് ദിൻ ഥാ, ഇത് മഴയ്ക്ക് മഴയുള്ള ഒരു ദിവസമായിരുന്നു. കഹാനി കെ പ്രസംഗ് മേ കൈസെ സാർത്ഥക് ഹോത്താ ഹെ, കഥയുടെ സന്ദർഭവുമായി ഇത് എങ്ങനെയാണ് യോജിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് കഥയുടെ സന്ദർഭത്തിന് ഇതെങ്ങനെ സാർത്ഥകമാകുന്നു, ഇതെങ്ങനെ നമുക്കത് ശരിയാവുന്നു എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെയാണ് ഉത്തരം വരുന്നത്? ബാരിഷ് ഏക് പ്രതീക് ഹെ, ഇവിടെ മഴ എന്ന് പറയുന്ന ഒരു പ്രതീകമാണ്. ഉസി പ്രകാർ ബാദൽ ഫി, അതേപോലെ മേഘവും ഒരു പ്രതീകമാണ്. ബേല और സാഹിൽ കാ ദുഃഖ് ബാദൽ കെ സമാൻ ഛായാ ഹുവാ ഹെ, ബേലയുടെയും സാഹിലിന്റെയും ദുഃഖം മേഘത്തെ പോലെ ഇങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. സാഹിൽ കി ആഖോം സെ പാനി ബരസ് രഹാ ഹെ, സാഹിലിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് പെയ്യുകയാണ്, മഴ പെയ്യുന്നത് പോലെ കണ്ണുനീര് പെയ്യുന്നു, അതായത് അവൻ കരയുന്നുണ്ട്. യഥാം കഥാകാരനെ പ്രകൃതി की रोनी सूरत और बच्चों की रोनी सूरत दोनों को दर्शाया है,
ഇവിടെ കഥാകൃത്ത് എന്ത് ചെയ്തിരിക്കുന്നു? പ്രകൃതിയുടെ ആ കരയുന്ന മുഖത്തെയും അല്ലെങ്കിൽ ആ കരയുന്ന രൂപത്തെയും കുട്ടികളുടെ കരയുന്ന മുഖത്തെയും ഇവിടെ സൂചിപ്പിക്കുന്നു. അവയെ തമ്മിൽ താരതമ്യം ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ചോദ്യങ്ങൾ. അതെല്ലാം വൃത്തിയായിട്ട് വായിച്ചു നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക.